ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ യൂട്യൂബിൽ കുറേ ആയിട്ടോ കാണും ഈ കൊണാഫൻ്റെ ഒരു റെസിപ്പി. അപ്പോൾ ഇന്ന് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ട് അതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തു. നമുക്ക് ഉണ്ടാക്കിയത് റെഡി ആവുകയാണെങ്കിൽ നമുക്ക് അതിൽ അപ്ലോഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ തിരക്കേടില്ല കേട്ടോ, കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മളിവിടെ പൊടിച്ച് വെച്ച സേമിയയിലോട്ട് നമ്മൾ മെൽറ്റ് ചെയ്ത ബട്ടറൂടെ ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് അതിനവിടെ മാറ്റി വയ്ക്കാം. ഞാൻ അതിലോട്ട് ഒരു 1.5 സ്പൂണോളം കോൺഫ്ലവർ എടുക്കുന്നുണ്ട് കേട്ടോ. കോൺഫ്ലവറും പിന്നെ അതിലോട്ട് ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് പാൽ അളന്ന് വെച്ചിട്ടുണ്ട്. അതിന് കുറച്ച് പാൽ ഒഴിച്ചിട്ട് അതിനൊന്ന് നമുക്ക് കട്ട കൂടാതെ ഒന്ന് ജസ്റ്റ് നന്നായി ഒന്ന് ഇളക്കി മെൽറ്റാക്കി എടുക്കുക കേട്ടോ. ആ ഒരു കട്ടകളൊന്നും ഇല്ലാതെ അതിന് നന്നായിട്ട് അതിൽ മിക്സ് ആക്കി എടുക്കാം. എന്നിട്ട് അതിന് ശേഷം മാത്രം നമുക്ക് ബാക്കി ബാലൻസ് ഉള്ള പാലയിലോട്ട് ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായി കട്ട കൂടാതെ അതിനെ നന്നായി കറക്റ്റാക്കി വെച്ച് നമ്മളവിടെ ബാക്കി വെച്ചിരിക്കുന്ന ആ മിൽക്ക് കൂടെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിമിലിട്ടിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി കേട്ടോ. കാരണം അത് പെട്ടെന്ന് അടി പിടിക്കാനുള്ള സംഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചീസ് ശരിക്കും ഈ ചീസല്ല, മൊസറല്ല ചീസാണ് ആവശ്യമുള്ളത്. എൻ്റെ അടുത്ത് ഇതായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനിത് ആഡ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതുകൂടെ ഞാൻ അതിലോട്ട് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിരുന്നു. പിന്നെ അതിൽ കുറച്ച് പഞ്ചസാര ഇട്ടിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാൻ എൻ്റെ നിന്ന് മിസ്സായി പോയതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു മിൽക്ക് നമ്മൾ ബാറ്റർ ഉണ്ടാക്കിയില്ല, അതിൽ കുറച്ച് പഞ്ചസാര കൂടെ ആഡ് ചെയ്യണമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇനി നമ്മളിത് സെറ്റാക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു പാനിലോട്ട് അതിന് കറക്റ്റ് ഷേപ്പിലൊക്കെ ആക്കി വെച്ചു. എന്നിട്ട് നമ്മളവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്ററില്ലേ അത് അതിൻ്റെ മേലോട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ജസ്റ്റ് നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്യണ ഞാൻ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കില്ല, അതിൻ്റെ ഒരു ചെറിയ ഫാൾട്ടേജൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒഴിച്ച് ആഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് അതിനൊരു ലെയർ ആക്കി നമ്മൾ ചെയ്യണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ ബാലൻസ് സേമിയ കൂടെ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ. നമ്മൾ ഫ്ലെയിം എല്ലാം റെഡി ആക്കിയ ശേഷം മാത്രം ഫ്ലെയിം ഓൺ ആക്കണം കേട്ടോ, ഇല്ലെങ്കിൽ നല്ല പണി കിട്ടും. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് ഞാൻ മറിച്ചിടുകയൊക്കെ ചെയ്തിട്ടോ, അതിന് വേവിച്ചെടുത്തോടെ. എന്നിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി. അപ്പോൾ കാണാനും കഴിക്കാനും ഒത്തിരി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പുറത്ത് കഴിക്കണം എന്നൊന്നുമില്ല, നമ്മുടെ വീട്ടിൽ പറ്റുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് കുറച്ചൊക്കെ വാങ്ങിയിട്ടൊക്കെ റെഡിയാക്കി നോക്കാം. എപ്പോഴും ഒരുപോലെ ആവണ്ട, ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേട്ടോ, നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ തന്നെ കഴിക്കാം, അല്ലാതെ ഇപ്പം എന്താ. അപ്പോൾ ഇനി അതിലോട്ട് ഷുഗർ സിറപ്പ് ഒഴിക്കുകയാണ് കേട്ടോ. ഞാൻ ഫുള്ളായിട്ട് ഒഴിച്ചില്ല, ജസ്റ്റ് ഒന്ന് ഒഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് ഏത് വിധത്തിലുണ്ടെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അത് കാരണം കുറച്ച് മാത്രം ഒഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ. അപ്പോഴേക്കും നമ്മുടെ ഹാഫിമോൻ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനക്ക് തന്നെ ഞാൻ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ വിചാരിച്ചിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് ആ സേമിയ ഒന്നുകൂടെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം കേട്ടോ. ഇത് വന്നിട്ട് ജസ്റ്റ് ആ ഒരു ക്രിസ്പ്നെസ് ഉണ്ടായിരുന്നു, ആ ഒരു മെൽറ്റ് ആവാത്തതുകൊണ്ട്. അപ്പോൾ കുറച്ചല്ലേ ഷുഗർ സിറപ്പ് ഒഴിച്ചുള്ളത് കൊണ്ട്. അപ്പോൾ കഴിക്കാൻ ഒത്തിരി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.